നാട്ടുകാർക്ക് എന്നെ അറിയില്ലേ, എനിക്കെന്ത് PR ഏജൻസി എന്നായിരുന്നു 4 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിച്ചത്. 4 വർഷങ്ങൾക്കിപ്പുറം പിണറായി വിജയന് PR ഏജൻസി ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ദേശീയ ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിമുഖം പ്രസിദ്ധീകരിക്കാൻ അവസരം തരപ്പെടുത്തിയത് PR ഏജൻസിയാണെന്ന വിവരം പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മാധ്യമങ്ങളെ നേരിടാൻ തനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് തള്ളിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പത്രങ്ങളിൽ അഭിമുഖത്തിനായി PR ഏജൻസികളെ ആശ്രയിക്കുന്നുവെന്ന ആരോപണത്തിന് ഇരയായിരിക്കുന്നത്. അഭിമുഖ സമയത്തും PR ഏജൻസികളുടെ 2 പ്രതിനിധികൾ ഒപ്പമുണ്ടായിരുന്നുവെന്ന് ദേശീയ ദിനപത്രം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മാധ്യമങ്ങളോട് ഒരു ഘട്ടത്തിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ മുഖം മിനുക്കാൻ PR ഏജൻസികളെ ആശ്രയിക്കുന്നുവെന്ന കടുത്ത ആക്ഷേപമാണ് ഉയരുന്നത്. കെയ്സർ എന്ന ഏജൻസിയാണ് ദേശീയ ദിനപത്രത്തിൽ അഭിമുഖം അച്ചടിച്ചു വരാനായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർ ആശ്രയിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ആഴ്ചകൾക്ക് മുമ്പ് ഗൾഫിലെ ദിനപത്രത്തിൽ പിണറായിയുടെ അഭിമുഖം തരപ്പെടുത്തിയതും PR ഏജൻസിയാണെന്നാണ് അറിയുന്നത്. മലയാള മാധ്യമങ്ങളോടൊന്നും കൃത്യമായ അകലം പാലിക്കുന്ന മുഖ്യമന്ത്രി രാജ്യശ്രദ്ധ നേടാൻ പിടിച്ചത് പുലിവാലായിരിക്കുകയാണ്. ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വിവാദമായപ്പോൾ തടിതപ്പാൻ പത്രത്തിന്റെ എഡിറ്റർക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തിരുത്താവശ്യപ്പെട്ട് കത്തയച്ചതാണ് പണിയായത്. പത്രം ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും PR വേണ്ടാത്ത മുഖ്യമന്ത്രി എന്ന പിണറായിയുടെ പ്രതിച്ഛായ തന്നെ പൊളിച്ചടുക്കി. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും സംബന്ധിച്ച കാര്യങ്ങൾ PR ഏജൻസി രേഖാമൂലം എഴുതി നൽകിയതോടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. വൈകാരികമായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം PR ഏജൻസി എഴുതി കൊടുക്കുന്ന സംഭവം കേരള ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് അച്ചടിച്ച് വന്നതെന്നും ഇത് വിവാദങ്ങൾക്ക് കാര്യമായി എന്നുമാണ് പ്രസ് സെക്രട്ടറിയുടെ കത്തിൽ പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണെന്ന് വ്യക്തമാക്കിയാണ് വിവാദ വാചകങ്ങൾ ഉൾപ്പെടുത്താൻ PR ഏജൻസി പത്രത്തോട് ആവശ്യപ്പെട്ടത്. പ്രതിഫലം പറ്റി PR പണിയെടുക്കുന്ന ഒരു ഏജൻസിയും സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരത്തിൽ വാചകങ്ങൾ ഉൾപ്പെടുത്താൻ ദ ഹിന്ദു പോലെ ഒരു ദേശീയ മാധ്യമത്തോട് ആവശ്യപ്പെടുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കരുതാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ശക്തമായ നിർദ്ദേശം നൽകിയത് കൊണ്ട് മാത്രമാകാം അഭിമുഖത്തിന് ശേഷം ഇത്തരത്തിൽ എഴുതി നൽകാൻ ഏജൻസി മുൻകൈയെടുത്തത്. സെപ്റ്റംബർ 21 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്ത് പിടികൂടുന്ന സ്വർണത്തെക്കുറിച്ചും ഹവാല പണത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കണക്ക് സഹിതം മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സ്വർണവും ഹവാല പണവും പിടിക്കപ്പെടുന്നത് മലപ്പുറത്ത് നിന്നാണെന്ന് ജില്ലയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കിയത്. വേറെ ഒരു ജില്ലയുടെ പേര് പറയാതെ മലപ്പുറത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. സംസ്ഥാനത്ത് പോലീസ് പിടികൂടുന്ന സ്വർണത്തിന്റെ കണക്ക് ജില്ല തിരിച്ച് കേരള പോലീസിന്റെ സൈറ്റിൽ പതിവില്ലാതെ പ്രസിദ്ധീകരിച്ചതും PR ഉദ്ദേശത്തിന്റെ ഭാഗമാണെന്നും ആക്ഷേപമുണ്ട്. ഇതിന്റെ വിവരങ്ങൾ ആദ്യം തന്നെ ദേശീയ ദിനപത്രത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. അഭിമുഖത്തിൽ ഒരു പ്രദേശത്തെക്കുറിച്ചും പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്തെ സംശയനിഴലിൽ നിർത്തി നടത്തിയ പ്രസ്താവന പിൻവലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലു KPCC യോഗത്തിൽ പങ്കെടുത്തതിനെ വാർത്താ സമ്മേളനത്തിൽ അതിനിശിതമായി വിമർശിച്ചിരുന്ന പിണറായി വിജയനാണ് ഇപ്പോൾ PR-ന്റെ സഹായം തേടിയിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയന് PR ഏജൻസിയൊക്കെ ആകാം അല്ലേ എന്നാണ് പരിഹാസ രൂപേണ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. തുടർഭരണം ലഭിക്കുന്നതിന് 2 വർഷം മുമ്പ് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മേക്ക് ഓവറിനായി മുംബൈയിലെ PR ഏജൻസിയുടെ സേവനം തേടിയെന്നും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ വർഷം ആരോപിച്ചിരുന്നു. 2 വർഷത്തോളം കേരളത്തിൽ ചെലവിട്ട PR നിയമസഭയുടെ ഗാലറിയിലടക്കം ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ ശരീരഭാഷ പഠിച്ച് എങ്ങനെ സംസാരിക്കണം എന്ന് പഠിപ്പിച്ചത് PR ഏജൻസിയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ PR വർക്കുകൾ കൈകാര്യം ചെയ്യാൻ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് നിലവിലിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ ഒരു 3ാം കിട ഏജൻസിയെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ സഹായം വേണ്ടെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. കൂടുതൽ പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറയുന്നു. പിണറായി വിജയൻ എന്ന തകർന്ന വിഗ്രഹം പുനർനിർമ്മിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ജനങ്ങളെയാണ് മുഖ്യമന്ത്രി അപമാനിച്ചത്. മുഖ്യമന്ത്രി മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും PR ഏജൻസി ഉണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്തായാലും അൻവർ MLAയുടെ ആരോപണങ്ങളിൽ വിയർത്തു നിൽക്കുന്ന പിണറായിക്ക് കൂനിന്മേൽ കുരുവെന്ന പോലെയാണ് പുതിയ PR വിവാദം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.